അത്തം നക്ഷത്രത്തെ പറ്റി പറഞ്ഞു. ഇനി ചിത്ര നക്ഷത്രത്തെ പറ്റിയാണ് പറയാനുള്ളത്. ചിത്രയിൽ ജനിച്ചവർക്ക് നിയമം, പോലീസ്, പട്ടാളം, അതേമാതിരി ഈ ഹാൻഡിക്രാഫ്റ്റ് ബന്ധപ്പെട്ടത്, പിന്നെ സർക്കാർ ജോലി, ഇതിനൊക്കെ ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും, അതിൽ ഷൈൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചോതി നക്ഷത്രം. ഈ ചോതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോട്ടൽ വ്യവസായം, നല്ല കലയോട് ബന്ധപ്പെട്ട കലാരംഗങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ജോലികൾ, കാര്യങ്ങൾ, ആഡംബര വസ്തുക്കളുടെ ബിസിനസ്, പത്രപ്രവർത്തനം എന്ന മാതിരി നിയമം ഇവർക്കുണ്ട്. അതായത് അവരുടെ ഗ്രഹനിലപ്രകാരം, അവരുടെ നാളിൻ്റെ സ്വഭാവപ്രകാരമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ ശ്രമിച്ചാൽ അവർക്ക് അതിൽ ഷൈൻ ചെയ്ത് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ടൂറിസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബാങ്ക് സംബന്ധമായ ജോലി, അധ്യാപന ജോലി, വൈദ്യം, സർക്കാർ ജോലി, ഇതൊക്കെ കിട്ടാൻ അവർക്ക് സാധ്യതയുണ്ട്. അതിൽ ശ്രമിച്ചാൽ അവർക്ക് കിട്ടുന്ന ഉറപ്പ് തന്നെയല്ല, അതിൽ ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അനിഴം നക്ഷത്രമാണ്. ഈ അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എഞ്ചിനീയറിങ്ങിനാണ് പ്രാധാന്യം. പിന്നെ വൈദ്യമുണ്ട്, പിന്നെ വാഹനത്തിനോട് ബന്ധമുണ്ട്, പിന്നെ ഖനനങ്ങൾ, ഖനനം അതായത് കുഴിച്ചെടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ എന്താണെന്ന് വെച്ചാൽ വാഹനത്തിനോട് ബന്ധപ്പെട്ടത്. ഈ വക കാര്യങ്ങളൊക്കെ അനിഴം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തൃക്കേട്ട നക്ഷത്രം. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജലസേചനത്തിനോടാണ്, ജലസേചന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന മാതിരി, പട്ടാളം, മിലിറ്ററി, അതിലൊക്കെ ജോലി കിട്ടാൻ സാധ്യത. പിന്നെ സോഷ്യൽ വർക്കും, പിന്നെ അതിലും പറയുന്നുണ്ട് അധ്യാപനം. ഈ വക രംഗങ്ങളിലൊക്കെ അവർ ട്രൈ ചെയ്താൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും, തന്നെല്ലാം ഷൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മൂലം നക്ഷത്രം. ഈ മൂലം നക്ഷത്രത്തിന് അധ്യാപനം, അതായത് ടീച്ചിങ് പ്രൊഫഷന് വളരെ ഗുണം ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സോഷ്യൽ വർക്കുകൾ, ഇങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പുഷ്പ, അതായത് പുഷ്പങ്ങൾ, ചെടികൾ, കാര്യങ്ങൾ, ഹോർട്ടിക്കൾച്ചറുമായുള്ള കാര്യങ്ങളിലൊക്കെ വിജയിക്കുന്ന ഒരു സ്വഭാവമാണ് മൂലം നക്ഷത്രക്കാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൂരാടം നക്ഷത്രം. ഈ പൂരാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമത്തിനോടും, ബാങ്ക്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ്, പിന്നെ ഫിലിമിനോട് ബന്ധപ്പെട്ടത്, പിന്നെ സാമൂഹ്യക്ഷേമം, പിന്നെ ഹോട്ടൽ വ്യവസായം, ഈ വക കാര്യങ്ങളിലൊക്കെ ഇവർ കുറച്ച് അധികമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായി ശ്രമിച്ചാൽ നമുക്ക് ഗുണം കിട്ടുകയും ചെയ്യും, ഷൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ശാസ്ത്രം പറയണത്. അപ്പോൾ അത് വേണ്ട മാതിരി ആലോചിച്ച് അത് ചെയ്താൽ വളരെയധികം ഗുണം ചെയ്യും. പൂരാടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഉത്രാടക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈനാൻസിന് വലിയ ഗുണാത്രേ. പിന്നെ ഇൻകം ടാക്സിനോട് ബന്ധപ്പെട്ടത്, പിന്നെ ആർക്കിയോളജി പറയുന്നുണ്ട്, ബാങ്ക് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ട ഈ വക കാര്യങ്ങളിലാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ജോലി കിട്ടാൻ ശ്രമിച്ചാൽ കൂടുതൽ ഗുണം കിട്ടുന്നതും എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാ തിരുവോണം നക്ഷത്രം. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഗ്രികൾച്ചർ അവർക്കുണ്ട്, അതുപോലെ ഖനനത്തിനോട് ബന്ധപ്പെട്ട്, രാസവസ്തുക്കളോട് ബന്ധപ്പെട്ട്, അതേമാതിരി എങ്ങനെയാണെന്ന് വെച്ചാൽ എയർ കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനോട് ബന്ധപ്പെട്ട ജോലികൾ, ഇതിനൊക്കെ വളരെയധികം ഗുണമായിട്ടാണ് കാണുന്നത്. ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവിട്ടം നാളാണ് വരുന്നത്. അവിട്ടം നാളിന് അഗ്രികൾച്ചർ പറയുന്നുണ്ട്, വൈദ്യം പറയുന്നുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്, വാർത്താവിനിമയം പറയുന്നുണ്ട്, റിസർച്ചും അവർക്ക് ഗുണമായിട്ടാണ് കാണുന്നത്. പിന്നെ സോഷ്യൽ പ്രവർത്തനങ്ങളും അവർക്ക് ഗുണമായിട്ട് കാണുന്നത്. ഇതിലേതാണ് അന്വേഷണം വരുന്നത് വെച്ചാൽ അതിൽ ശ്രമിക്കുക. അപ്പോൾ അത് നന്നായി കിട്ടുകയും ചെയ്യും, അത് ഷൈൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ചതയം നക്ഷത്രമാണ്. ഈ ചതയം നക്ഷത്രത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ശാസ്ത്രബന്ധമായ തൊഴിലുകൾ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ എന്താ പറയുക ടെക്നിക്കലും ഇലക്ട്രിക്കലും ആയിട്ടുള്ള ബന്ധപ്പെട്ട ജോലികൾ, അതൊക്കെ വളരെയധികം ഗുണം കിട്ടുന്നതാണ്. പിന്നെ അധ്യാപനം പറയുന്നുണ്ട്, പത്രപ്രവർത്തനങ്ങൾക്കും പറയുന്നുണ്ട്. ഈ വക രംഗങ്ങളൊക്കെയാണ് ചതയം നക്ഷത്രക്കാർക്കുള്ളത്. അതുകൊണ്ട് നന്നായി ശ്രമിക്കുക, നന്നായി നല്ല ജോലി കിട്ടാൻ ശ്രമിക്കുക, അതാണ് പറയാനുള്ളത്.
അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൂരോട്ടാതി നക്ഷത്രം. ഈ പൂരോട്ടാതി നക്ഷത്രത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വിദ്യാഭ്യാസത്തിനോട് ബന്ധപ്പെട്ട ജോലി, അധ്യാപനം തന്നെയല്ല, വിദ്യാഭ്യാസത്തിനോട് ബന്ധപ്പെട്ടുള്ള ജോലി, ടൂറിസത്തിന് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ്, ബാങ്ക്, പിന്നെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശ്രമിച്ച് നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിന് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്? പത്രപ്രവർത്തനമാണ്. പത്രപ്രവർത്തനം കഴിഞ്ഞാൽ ടീച്ചിങ് പ്രൊഫഷൻ ഉണ്ട്, രാഷ്ട്രീയ കളിയുണ്ട്, ഏജൻസി ബിസിനസ്സുകൾ, അതായത് കമ്മീഷൻ ബേസിൽ ഏജൻസി ആയിട്ട് എടുക്കുക. അതൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഉത്രട്ടാതി നാളുകാർ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മുടെ നാളിൻ്റെ അവസാന നാളായ രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിന് എന്താണ്? നേവിയിൽ, നാവികസേനയിൽ ജോലി കിട്ടാൻ സാധ്യത കാണുന്നു. തന്നെല്ലാം ഇതിലെ കപ്പലിനോട് ബന്ധപ്പെട്ട ജോലി, പിന്നെ അത് അധ്യാപനം പറയുന്നുണ്ട്, വാർത്താവിനിമയം പറയുന്നുണ്ട്, രാഷ്ട്രീയവും പറയുന്നുണ്ട്. ഇതിലൊക്കെയാണ് രേവതി നക്ഷത്രക്കാർക്ക് ശ്രമിച്ചാൽ കിട്ടാവുന്ന ജോലികളും ഇതും. അതുകൊണ്ട് എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ, ഇത് എന്നിൽ അറിവുള്ള സംഗതികൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എല്ലാം നന്നായി ശ്രമിച്ച് നല്ല ജോലി കിട്ടി നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്തേ.